ഓക്കെ, ഇതാണ് നമ്മുടെ മനിലയുടെ വെബ്സൈറ്റ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ ഇതിൻ്റെ അഡ്മിൻ സൈഡ് ഞാൻ കാണിച്ചു തരാം. അഡ്മിൻ സൈഡിൽ ഇതാണ് അഡ്മിൻ ഡാഷ്ബോർഡ്. ഇതിൽ നമ്മൾ യൂസർ നെയിം പാസ്വേഡ് അടിച്ച് കയറുക. ഓക്കെ, ഇതാണ് നമ്മളിപ്പം യൂസർ നെയിം പാസ്വേഡ് അടിച്ച് കയറുമ്പോൾ ഉള്ള ആ ഒരു ഇൻ്റർഫേസ് ഇതാണ്. അതിനുശേഷം നമ്മൾ പ്രൊഡക്റ്റ് അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള പറഞ്ഞത്. അതിനകത്ത് ഈ ലെഫ്റ്റ് സൈഡിൽ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും കിടപ്പുണ്ട്. അതായത് പ്രൊഡക്റ്റ് മാനേജ്മെൻറ്റ്, ഓർഡർ ഹിസ്റ്ററി, കാറ്റഗറി മാനേജ്മെൻറ്റ്. അപ്പോൾ ഈ കാറ്റഗറി മാനേജ്മെൻറ്റും പിന്നെ കാറ്റഗറീസ് ഇതെല്ലാം ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത് തരാം. കാറ്റഗറീസ് എന്തൊക്കെയാണെന്നുള്ളത്, പിന്നെ ബ്രാൻഡിൻ്റെ ഉണ്ട്, പ്രൊമോഷൻസിൻ്റെ ഉണ്ട്, ഇതൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം. നിങ്ങൾ ജസ്റ്റ് പ്രൊഡക്റ്റ് അപ്ലോഡിങ്ങിൻ്റെ സെക്ഷൻ മാത്രം നോക്കിയാൽ മതി. ഓക്കെ, പ്രൊഡക്റ്റ് അപ്ലോഡിൻ്റെ സെക്ഷനിൽ ജസ്റ്റ് പ്രൊഡക്റ്റ് മാനേജ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക, ആ മേലത്തെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ഒരു സെക്ഷൻ. ഇതിനകത്ത് ഈ ഒരു സൈഡിൽ പോവുക, അത് ആഡ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് ആഡ് പ്രൊഡക്റ്റിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇതാണ് പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്ന ഒരു പേജ് വരുന്നത്. ഇവിടെ നമ്മൾ പ്രൊഡക്റ്റിൻ്റെ നെയിം കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ചിക്കൻ ബോയ് ഇത് കൊടുത്തു. പിന്നെ ഇവിടെ നിന്നൊരു ഇമേജ് ഞാൻ സെലക്ട് ചെയ്യാൻ പോവാണ്. ജസ്റ്റ് ഞാനൊരു ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കുവാണ്. അപ്പം ഒരു ഇമേജ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. പിന്നെ അതിൻ്റെ പ്രൈസ് കൊടുക്കുന്നു. പ്രൈസ് കൊടുക്കുമ്പോൾ നമ്മളിവിടെ 0, ഇപ്പോൾ 425 പിൽസാണ് 0.475 ഇങ്ങനെ കൊടുക്കുക. പിന്നെ ഇത് നമ്മുടെ പർച്ചേസ് റേറ്റ് ആണ്. നമ്മൾ എത്ര രൂപയ്ക്കാണോ അത് പർച്ചേസ് അത് കൊടുക്കുക. പിന്നെ ഉള്ളത് ഇതിൻ്റെ ഗ്രാം, എത്ര ഗ്രാമാണെന്നുള്ളത്. ഇപ്പോൾ 155 ഗ്രാം ജസ്റ്റ് ഉദാഹരണത്തിന് ഞാൻ കൊടുക്കുകയാണ്. പിന്നെ ഉള്ളത് ഇതിൻ്റെ കാറ്റഗറിയാണ്. ഇപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പം ഈ ഒരു ചിക്കൻ ബോയ് ടെക്സസ് എന്ന് വെച്ചാൽ നമുക്ക് സ്നാക്സ് ആണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, അതിനകത്തുള്ള സ്നാക്സ് സെലക്ട് ചെയ്യുക, ചിപ്സ് ആൻഡ് സ്നാക്സ്. അപ്പോൾ ഇതിന് സബ് കാറ്റഗറി ഉണ്ടെങ്കിൽ ജസ്റ്റ് സബ് കാറ്റഗറി ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പം ഒരു സബ് കാറ്റഗറി ഉള്ളൊരു സെക്ഷൻ എടുക്കാം. കുക്കിംഗ് ആൻഡ് ക്യാൻഡ് ഗുഡ്സ് എടുത്തെന്ന് വെച്ചു. ക്യാൻഡ് ഗുഡ്സിനകത്ത് സബ് കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും ഏതാണ് സബ് കാറ്റഗറീസ് എന്നുള്ളത്. ഇപ്പോൾ ട്യൂണ ആണെങ്കിൽ ട്യൂണ, അല്ലെങ്കിൽ ബീഫ് ആണെങ്കിൽ ബീഫ്. ഇത് നമ്മൾ സബ് കാറ്റഗറിയും കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. സബ് കാറ്റഗറി ഇല്ലാത്ത ഐറ്റം ആണെങ്കിൽ ഇപ്പം ചിപ്സ് ആൻഡ് സ്നാക്സിന് സബ് കാറ്റഗറി ഇല്ല, ജസ്റ്റ് ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ റൈറ്റ് സൈഡിൽ വരുന്ന അവൈലബിൾ, ഇത് നമുക്ക് അവൈലബിൾ ആണോ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണോ എന്നുള്ളത് ജസ്റ്റ് ഇൻ സ്റ്റോക്ക് കൊടുക്കുക. ഓക്കെ, ഇവിടുന്ന് ഇത് നമ്മുടെ പ്രയോറിറ്റിയാണ്, ഡിസ്പ്ലേയിൽ വരണോ ഹോം പേജിൽ വരണോ വേണ്ടയോ എന്നുള്ള കാര്യം. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഹൈ ഡിസ്പ്ലേ ഹോം പേജ് കൊടുത്തു. ഓക്കെ, പിന്നെ പ്രൊഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ, അത് നമുക്ക് ഡിസ്ക്രിപ്ഷൻ ജസ്റ്റ് എന്താണെന്നുള്ളത് ഇവിടെ കൊടുക്കുക. പിന്നെ ഇവിടെ ബാർകോഡാണ്, ജസ്റ്റ് ബാർകോഡ് കൊടുക്കുക. പിന്നെ പ്രൊഡക്റ്റിൻ്റെ ഒരു റേറ്റിംഗ് ആണ്, ജസ്റ്റ് നമ്മൾ 5 തന്നെ കൊടുത്താൽ മതി. എല്ലാത്തിനും 5 സ്റ്റാറാണ്. ഔട്ട് ഓഫ് 5 5 തന്നെ കൊടുത്തു. നമ്മൾ ഇത്രയും ഫില്ല് ചെയ്തു. അതായത് പ്രൊഡക്റ്റ് നെയിം, പ്രൊഡക്റ്റിൻ്റെ ഇമേജ്, MRP, പർച്ചേസ് റേറ്റ്, പിന്നെ അതുപോലെ തന്നെ സെല്ലിംഗ് പ്രൈസ്, അതിൻ്റെ ഗ്രാം, കാറ്റഗറി, അതിൻ്റെ സബ് കാറ്റഗറി, അതുപോലെ തന്നെ ബ്രാൻഡിൻ്റെ ആവശ്യമില്ല. ഇത് മറന്നു വരുത്. സ്റ്റോക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണോ ഇൻ സ്റ്റോക്ക് ആണോ എന്ന് കൊടുക്കുക, പ്രയോറിറ്റി കൊടുക്കുക, പിന്നെ പ്രൊഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, ബാർകോഡ് കൊടുക്കുക, റേറ്റിംഗ് കൊടുക്കുക, ജസ്റ്റ് സേവ് കൊടുക്കുക. സേവ് ചെയ്തപ്പം ഇത് പ്രൊഡക്റ്റ് നമ്മൾ ആഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് ഇതൊന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം എന്താണ് ചിപ്സ് ആൻഡ് സ്നാക്സ് ആണ് നോക്കിയത്. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ നമ്മൾ ആഡ് ചെയ്ത സാധനം ഇതാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്തത്. ഈ സാധനം ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത് പ്രൊഡക്റ്റ് അപ്ലോഡിങ് ചെയ്യുന്നത്. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം.